രാഹുലിന്റെ മണിപ്പൂർ യാത്ര ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിച്ചത് ഇതുൾപ്പെടെ 2 ചിത്രങ്ങളാണ്. മണിപ്പൂരിൽ നിരാലംബരായ ജനതയ്ക്ക് നടുവിൽ ആശ്വാസ വാക്കുകളുമായി ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിച്ച് നിൽക്കുന്ന മോദിയുടെ ചിത്രം. 2 ചിത്രങ്ങളും കൈകാര്യം ചെയ്യുന്നത് 2 വ്യത്യസ്ത വികാരങ്ങളാണ്. വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ആഗോള നായകത്വം ചമയാനുള്ള വ്യഗ്രത മോദിയിൽ മുറ്റി നിൽക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ മനസ്സാണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. രാഹുൽ ഗാന്ധി അസമിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മണിപ്പൂരിലെ ഇംഫാലിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് വിമാനം കയറിയിരുന്നു. മണിപ്പൂർ എന്ന വാക്ക് പ്രധാനമന്ത്രി കേട്ടിട്ട് പോലുമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കണക്കിലെടുക്കാതെ BJPയും നരേന്ദ്രമോദിയും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം മണിപ്പൂർ സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അസമിൽ നിന്നും മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി വടക്ക് കിഴക്കൻ മേഖലയിലെ 2 സംസ്ഥാനങ്ങളിലെ ദുഃഖത്തിന് ആശ്വാസമേകുമ്പോൾ ഭരണപക്ഷം കണ്ണടക്കുന്നിടത്ത് പ്രതിപക്ഷം ഉണർന്ന് പ്രവർത്തിക്കുന്നുവെന്ന ധ്വനി രാജ്യത്തെ ശക്തമാക്കുവാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. മോദിയുടെ റഷ്യൻ യാത്ര കാര്യമായ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ചർച്ചയാക്കാതെ പോയതിനു പിന്നിൽ രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം മാത്രമാണ്. ഇന്ന് ആഗോള ശക്തിയായി നിൽക്കുന്ന റഷ്യയിൽ ഒരു ഇന്ത്യ പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിനായിരിക്കണം സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യം ലഭിക്കേണ്ടത്. എന്നാൽ മോദിയുടെ യാത്ര വെറും പ്രഹസനമാക്കുവാൻ രാഹുലിന് വേണ്ടി വന്നത് മണിപ്പൂരിലേക്കുള്ള ഒറ്റ യാത്ര മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ അനവസരത്തിലുള്ള യാത്രക്ക് മറ്റൊരു യാത്രയിലൂടെ മറുപടി കൊടുക്കാൻ രാഹുലിന് സാധിച്ചുവെന്നും പറയാൻ സാധിക്കും. അസമിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സമയം ചെലവഴിച്ച രാഹുൽ ഗാന്ധി അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് സംസ്ഥാനത്തു നിന്നും പോയത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വടക്ക് കിഴക്കൻ സന്ദർശനം രാഷ്ട്രീയ പ്രസക്തമാവുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരാണെന്ന വീമ്പ് പറച്ചുകൾക്കിടയിൽ ഭരണപക്ഷത്തിന് ജനങ്ങൾക്ക് സാന്ത്വനമേകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണെന്നും പറയാൻ സാധിക്കും. മണിപ്പൂർ കത്തിയെരിഞ്ഞിട്ടും പ്രധാനമന്ത്രി ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തതിന്റെ ചീത്തപ്പേര് ഇന്നും കളങ്കമായി നിൽക്കുമ്പോൾ കലാപം ആരംഭിച്ച ശേഷം 3ാം തവണയാണ് രാഹുൽ മണിപ്പൂരിലെത്തുന്നത്. കലാപബാധിത പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ദുരന്ത ടൂറിസമാണെന്നാണ് BJP പറയുന്നത്. BJP ക്യാമ്പ് എത്രത്തോളം അസ്വസ്ഥമാണെന്ന് കാണാൻ ഈ പ്രസ്താവന മാത്രം മതിയാകും. കലാപബാധിത മേഖലകളിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണിപ്പൂരിലെ ജനതയ്ക്ക് നൽകുന്ന ആശ്വാസം പുറത്തുവരുന്ന ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ ചിത്രങ്ങളാണ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ജനത കണികണ്ടതെന്നും പറയുന്നതിൽ അതിശയോക്തിയുമില്ല. ഇക്കുറിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന BJPയെ തടഞ്ഞ് 2 സീറ്റുകളും കോൺഗ്രസിന് നൽകിയാണ് മണിപ്പൂരിലെ ജനത തങ്ങളുടെ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷവും മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ് ഉപേക്ഷ കാണിക്കില്ലെന്ന ഉറപ്പാണ് രാഹുൽ ഗാന്ധി സന്ദർശനത്തിലൂടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.